ഹായ് എല്ലാവർക്കും ട്രാവൽ ബൈ അഷ്കർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അരുണാചലിലെ ചാങ്ലങ് ഡിസ്ട്രിക്റ്റിലാണ്. ഇന്നലെ നമ്മൾ താമസിച്ചത് ഇവിടെ ഒരു PWD ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അതിലാണ് താമസിച്ചത്. ഈ കാണുന്ന ബെഡിലാണ് നമ്മൾ താമസിച്ചത്. അത്യാവശ്യം സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ബാത്റൂം എല്ലാവിധ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഇത് നമുക്ക് ഒരാൾ എടുത്തു തന്നതാണ്. ഇന്നലെ ഓൾറെഡി ഞാൻ ടെൻ്റ് അടിക്കാലാന്നൊക്കെ വിചാരിച്ച് വന്നതാണ്, പക്ഷേ നമുക്ക് ഭാഗ്യത്തിന് ഒരാൾ എടുത്തു തന്നിട്ടാ. കാരണം എനിക്കിപ്പോഴും വയ്യാട്ട, സത്യം പറയുന്ന പറ്റണ്ട എന്താണെന്നറിയില്ല, ഭയങ്കര രീതിയിൽ തളർന്ന് വീണേന്, അതാണ് അവസ്ഥ. അപ്പോൾ ആ ഒരു സമയത്താണ് പുള്ളി എനിക്കിത് എടുത്തു തന്നത്. പുള്ളിയുടെ അണ്ടറിൽ വന്നതാണ് ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ. അതായത് ഇതൊരു PWD ഒരു ഗസ്റ്റ് ഹൗസാണ്. പുള്ളി ഇവിടുത്തെ എന്തൊക്കെയോ ഒരു ഓഫീസറാണ്. എന്തായാലും നമ്മളെ ബാഗെല്ലാം മടിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്, ഇറങ്ങാലാന്ന് വെച്ചിട്ടാണ്. അത്യാവശ്യം നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാണുന്നത് ഒരു ചെറിയൊരു മൻമോ എന്ന് പറഞ്ഞ ടൗണാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു ടൗണാണ്. അപ്പം എന്തായാലും അടിയിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ചപ്പാത്തി ഉണ്ട്, അതുപോലെ ഒരു ഉരുളൻകിഴങ്ങും വേറെ എന്തൊക്കെയോ ഇട്ടൊരു സബ്ജി ഉണ്ട് കേട്ടോ. എന്തായാലും ഇത് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. റെസ്റ്റ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ മിക്കവാറും ഇവിടെ റെസ്റ്റ് എടുക്കും കേട്ടോ. പറ്റുള്ള അവസ്ഥ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റൽ കൊണ്ടേ കാണിക്കണം, അതുകൊണ്ടാണ് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ फूड കഴിക്കാൻ തോന്നുന്നതാണ് അവസ്ഥ. अभी तो यहाँ से निकलने के टाइम भाई लोग को मेरा भैया लोग को मिला था हाई किसी हो, ठीक है ना? आप लोग तो यहाँ का है ना भैया? और ये गांव का नाम तो क्या है? मनमो। अच्छा, मतलब ये प्रॉपर ये गांव का है आप लोग? अच्छा, अब यहाँ में पूरा दिखता है क्या क्या दिखता है? अच्छा अच्छा अच्छा, ठीक है। आसाम तेजपुर का है ना? ठीक है भैया, थैंक यू, मिलने के लिए बहुत अच्छा होगा। मनमो मेरे को भी बहुत अच्छा होगा। अभी तो आज तो बहुत गर्म है ना, कल भी बहुत गर्म था, बट देखने के लिए बहुत अच्छा होगा. നമ്മളെ ഇങ്ങനെ നേരെ കയറി നേരെ പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു ചാങ്ലങ്ങിലേക്ക്. ഇവിടെ നിന്ന് ഏകദേശം 34-32 കിലോമീറ്റർ എന്തേ ഉള്ളൂ. പോണ റൂട്ടിലൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ സ്പോട്ടുകൾ കിട്ടും കേട്ടോ. ചെറിയ രീതിയിൽ തണൽ കിട്ടും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ മരം ഉള്ളതുകൊണ്ട് ചെറിയൊരു തണലുണ്ട്. അവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കണേട്ടാ. ഈ റൂട്ട് ഭയങ്കര സീനാണ്, ഭയങ്കര വെയിലാണ്. നമ്മൾ ഭയങ്കര രീതിയിൽ ഡീഹൈഡ്രേറ്റ് ആയി പോകുന്നുണ്ട്. നമ്മുടെ നാടിനേക്കാളൊക്കെ ഭയങ്കര ചൂടാണ്ട് ഇവിടെ, ഒരു രക്ഷയില്ല. ഇത്ര നേരമായിട്ട് വണ്ടിയോടൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ ആലോചിക്കണേ ഏതെങ്കിലും വണ്ടിയിൽ കയറി പോകാമെന്ന് വെച്ച്. എന്നെക്കൊണ്ട് നടപടിയാണല്ലോ കേട്ടോ. കാരണം ഒന്നാമത്തെ കേസാണ് ഈ കഫത്തിൻ്റെ ഒരു ഇതുണ്ട്, അതായത് ഈ ചുമ അങ്ങനത്തെ സീനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കുറച്ച് പണിയാണ് ചവിട്ടാൻ വേണ്ടി. പിന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു വല്ലാത്ത വയ്യായ്മ പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ചാങ്ലങ് പോയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നൊരു പ്ലാനിലിരിക്കണേന് ഞാൻ. എന്തായാലും നോക്കാം. പിന്നെ അതുപോലെ എൻ്റെ ILP ഇല്ല കേട്ടോ. ILP ഒക്കെ തീർന്നു, ഇനി എന്താവുമെന്ന് അറിയില്ല. ആരെങ്കിലും പിടിച്ച് കഴിഞ്ഞാൽ പണിയാവും. എന്തായാലും പറഞ്ഞു നോക്കാം. ഏതെങ്കിലും വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേ കേട്ടാ. നല്ല രീതിയിൽ തളർന്നിട്ടാ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കണേണ്. കുറേ നേരം ഇരുന്ന് വെള്ളമൊക്കെ കുറേ കുടിച്ച് ഇപ്പോൾ അതേ വിശന്നിട്ട് ക്രീം ബണ്ണുണ്ട്. ഇന്നലെ ഒരാൾ തന്നാ കേട്ടാ. ആ ക്രീം ബണ്ണാണ് നമ്മൾ കഴിക്കുന്നത്. പുള്ളിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എങ്ങനെ എടുക്കാനാ, വീഡിയോ എടുക്കാനും ഒരു ആരോഗ്യം വേണ്ടേ? അങ്ങനെ ഇല്ലാത്തൊരവസ്ഥയിലായി പോയിട്ടാ. അപ്പോൾ അതേ ക്രീം ബണ്ണ് കഴിക്കുന്നതാണ്. അതിലും വണ്ടി വന്നു കഴിഞ്ഞാൽ കയറ്റി കൊണ്ടുപോകാം. ഒറ്റ വണ്ടിയും വന്നിട്ടില്ല അടുത്ത നേരമായിട്ട്. എന്താവും എൻ്റെ അവസ്ഥയെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടാ. നല്ല ടേസ്റ്റാണ് കേട്ടോ ക്രീം ബണ്ണിന്. അങ്ങനെ നമ്മൾ ചാങ്ലങ് എത്തിയേട്ടാ. വെൽക്കം ടു ചാങ്ലങ്. ഈ റൂട്ട് നേരെ നമ്മൾ പോകുന്നത് കൊൻസ ലോങ്ഡിങ് ഉണ്ടല്ലേ. കൊൻസ ഏകദേശം 59 കിലോമീറ്റർ ഉണ്ട്. ലോങ്ഡിങ് ആണെങ്കിൽ 109 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ചാങ്ലങ്ങിലേക്ക് പോവാം. ഇപ്പോൾ ചാങ്ലങ്ങിൽ നിൽക്കാനാണ് പ്ലാൻ ഇട്ടേക്കാനായിട്ട് ഇതുവരെ. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറേ ദിവസമായിട്ട് നമ്മൾ ഇവിടെ ഒരു ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആകുന്നുണ്ട്. വീണ്ടും അഡ്മിറ്റായി, ആകെ സീനായി. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കണേട്ടാ. ഈ കാണുന്ന ഹോസ്പിറ്റലായിരുന്നു നമ്മൾ അഡ്മിറ്റ്. പിന്നെ സൈക്കിൾ എടുക്കണം കേട്ടോ. സൈക്കിൾ ഇവിടെ ഒതുക്കി വെച്ചേക്കുന്നതിന്. ദീദി जा रहे अभी तो जल्दी शुरू करेगा तो कौन सा पहुंच जाएगा शायद. थैंक यू, मिलके बहुत अच्छा होगा आपको. अभी भी मैं जा रहे
ठीक है फिर भी मिलेगा पता नहीं फिर भी मिलेगा അപ്പം നമ്മൾ താങ്ക് യു നമ്മളവിടെ നിന്ന് ഇറങ്ങാനേട്ടാ ഈ കാണുന്നതാണ് ഹോസ്പിറ്റൽ ഇത് ഇവിടുത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടെ ആംബുലൻസ് സർവീസുകൾ അത്യാവശ്യമുണ്ട് വലുതൊരെണ്ണമുണ്ട് പിന്നെ ചെറുത് 3 ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഡീഹൈഡ്രേഷൻ്റെ ഒക്കെ ആൾക്കാരെയൊക്കെ ഇവിടെ ചികിത്സിക്കാറുണ്ട് ഇവർ പിന്നെ നല്ല അടിപൊളി സീനറി ആണ് നിങ്ങൾ നോക്കിയേ ഫുള്ളിങ്ങനെ കൂടെ വന്നിരിക്കണേണ് ഇതാണ് ചാങ്ലങ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെ ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചാങ്ലങ് മാർക്കറ്റ് അതായത് ആസാം പോണ ബസ്സാണ് കടകളൊക്കെ തുറന്നു തന്നെയുള്ളൂ കേട്ടോ ഇത് ഇവിടുത്തെ മെയിൻ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് പോണെങ്കിൽ ഇവിടുത്തെ ട്രൈബ്സിൻ്റെ ഒരു ചെറിയൊരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹായ് कैसी हो ठीक है ना ठीक है कहाँ गया था नहाने के लिए गया नहीं साइकिल चला रहा था अच्छा थक गया हाँ ഓ ठीक है ना हाँ ഇത് ഇവിടുത്തെ ടുട്സ എന്ന് പറഞ്ഞ ട്രൈബാണ് കേട്ടോ അപ്പോൾ അവരുടെ കൾച്ചറാണ് നിങ്ങൾ ഈ കാണുന്നത് അത് അവരുടെ കൾച്ചറായിട്ടുള്ള മാല ഡ്രസ്സ് പിന്നെ അവരുടെ ആ ഒരു സ്റ്റൈല് കാര്യങ്ങളൊക്കെയാണ് ആണുങ്ങളുടെ ഡ്രസ്സ് വയ്ക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഒരു മേലൊരു തലപ്പാവൊക്കെ ഉണ്ട് പിന്നെ കഴുത്തിൽ കുറേ മാലകളുണ്ട് പിന്നെ അടിവസ്ത്രവും കാര്യങ്ങളൊക്കെ വേറെ രീതിയിലാണ് കേട്ടോ അതുപോലെ തന്നെ പെണ്ണുങ്ങളുടെയും ഡ്രസ്സ് വ്യത്യാസമുണ്ട് ഇത് നമ്മൾ പോകണമെങ്കിൽ കണ്ടൊരു പെയിൻറ്റിങ് ആണ് കേട്ടോ ഐ ലവ് ചാങ്ലങ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി ഇത് നമ്മളിപ്പോൾ കൊൻസ പോണ റൂട്ടിലാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 56 കിലോമീറ്റർ എന്തോ ഉണ്ട് എപ്പോൾ എത്തുമെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ കാരണം കുറേ ദിവസമായിട്ട് നമ്മൾ സൈക്കിൾ ചവിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ अभी एक भैया को मिला था रास्ता में हाय भैया कैसे हो अच्छा आपका नाम एक बार मेरा नाम सोनू सा है अच्छा कहाँ से हो आप मैं बिहार से हूँ बिहार से ना अच्छा यहाँ में आप क्या मतलब इधर डिस्ट्रिक्ट हॉस्पिटल में है काम अच्छा। करते हैं मतलब इधर ही छोटा से बैठा है और अच्छा छोटा से यहाँ में था हाँ इधर ही जन्म हुआ है। ओह बढ़िया बढ़िया मतलब मैं आज ही तो आपका हॉस्पिटल में आया था डिस्चार्ज होके और अभी आपको मिलके आप मेरे को चाय वगैरह खिलाया और क्या यहाँ का बारे में क्या क्या है यहाँ में ऐसा क्या इधर में तो ऐसे तो वेदर लोग तो अच्छा ही आप तो घूम ही रहे पता है आपको हाँ। भी। और आगे आप जाने से और ही वेदर का जो आपको जो कौन सा अच्छा मतलब प्रभाव जो मिलेगा वो तो बहुत ही अच्छा मिलेगा आपको और आगे जाते रहे और अच्छा मिलेगा देखने के लिए। मैं ना भाई है यहाँ एक हफ्ता आने का पहले बहुत गर्म ही था इसलिए तो मेरे को भी फिर भी प्रॉब्लम होगा डिहाइड्रेट होगा फिर अभी एडमिट होगा अभी तो ठीक है हेल्थ वगैरह कुछ नहीं है वो आप लोग कर रहे हैं अच्छा से कीजिए ठीक है भैया बोलेगा ठीक है थैंक यू भैया थैंक यू सो मच थैंक यू नहीं हो जाएगा भैया भैया तो चाय मेरे को बनाया ब्लैक टी है ना भैया कॉफ़ी है ना ब्लैक टी है टेबल सब्जी रखे धीरे धीरे और आपने एक बार आने से ओ बिल्कुल बिल्कुल नया ही जस्ट 4-5 दिन ही हो रहे थे अच्छा 4-5 दिन होगा अच्छा दुकान खुल के നമ്മൾ ഇപ്പോൾ പുള്ളിനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഹായ് ടീക്കനാ ഇവിടെ മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കണേട്ടാ കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പലയിടത്തും റോഡൊക്കെ ഭയങ്കര മോശമെന്നാണ് കേട്ടേക്കണത് ഒരു പിടുത്തമില്ല കേട്ടാ എല്ലാം നമുക്ക് പോയി നോക്കാം ഇവിടുത്തെ കാലാവസ്ഥയും അതുപോലെ ഇപ്പോഴത്തെ കാലാവസ്ഥ കുഴപ്പമില്ല കേട്ടോ നല്ലൊരു കാലാവസ്ഥയാണ് സാധാരണ നമ്മൾ ആദ്യം വന്ന സമയത്തൊക്കെ ഭയങ്കര വെയിലാർന്നിട്ടാ എൻ്റെ പൊന്നോ ചൂടൊക്കെ എടുത്ത് ഞാൻ ഫുള്ള് ഡീഹൈഡ്രേറ്റ് ആയി പോയി അങ്ങനെ ഇനി നമ്മൾ ഏകദേശം 59 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഞാൻ വെച്ച് 56 കിലോമീറ്റർ ഉള്ളൂന്ന് പക്ഷേ 59 കിലോമീറ്റർ ഉണ്ട് കൊൻസ ലോങ്ഡിങ് ആണെങ്കിൽ 109 കിലോമീറ്റർ കേട്ടോ നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ടാണ് ചില സ്ഥലത്തൊക്കെ റോഡ് മോശമാണ് ചില സ്ഥലത്തൊക്കെ റോഡ് നല്ലതാണ് ഇപ്പുറത്തെ സൈഡ് നോക്കണമെങ്കിൽ റോഡ് അത്യാവശ്യം മോശമാണ് പോണ റൂട്ടിലൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ ഇതായിട്ടുണ്ടാവും കേട്ടോ നമ്മളെ പോണ റൂട്ടിൽ ഇതേപോലെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ വെള്ളം അത്യാവശ്യം കലങ്ങിയിരിക്കുന്നതാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇങ്ങനെ കലങ്ങി വന്നേക്കുന്നതാണ് ഇതിപ്പോൾ നേരെ അടിയിലേക്ക് ഒഴുകി പോകുന്നുണ്ട് അടിയിൽ ഏതൊക്കെയോ നദി ഒഴുകുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ കാലാവസ്ഥ കുഴപ്പമില്ല ചെറിയ വെയിൽ വന്നിട്ടുണ്ട് എന്നാലും നല്ല രീതിയിൽ ചൂടുണ്ട് ഈ പയ്യനെ നമ്മൾ നേരത്തെ അവിടെ വെച്ച് കണ്ടാ ഇതിന് നിന്ന് ഇവിടെ പോണേ ഓ പൈ ആറാംസേ അവനാ കുപ്പിയൊക്കെ ആയിട്ട് എങ്ങാടാ പോണ ഐഡിയയിലല്ല
വെളിക്കിരിക്കാൻ വേണ്ടി പോണേന്ന് തോന്നുന്നുണ്ടാ. കണ്ടിട്ട് വെളിക്കിരിക്കാൻ വേണ്ടി പോണേന്ന് തോന്നണ്. എന്തിലോട്ടെ നമ്മൾ അവന്റെ വീഡിയോ എടുക്കാനുള്ള. ഇനിയിപ്പോ നമ്മൾ ഇവിടെ നേരെ കയറി വേണോട്ടെ പോവാൻ. അത്യാവശ്യം കയറ്റമുണ്ട്. കുറെ ദിവസമായിട്ട് നമ്മുടെ സൈക്കിളൊന്നും ചവിട്ടിയില്ലാട്ടാ, അതുകൊണ്ട് എന്തൊക്കെയോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇത് പണ്ടാരോന്ന് എനിക്ക് അറിയില്ലാട്ടാ, തളർന്നു പോണ്. നമ്മളെ സഞ്ചരിക്കണ റൂട്ടാണ് നിങ്ങൾ ഈ കണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കങ്ങൾ വരുന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് എന്തൊക്കെയോ വെള്ളം ഒഴുകി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നോക്കിയേ, ചെറിയ രീതിയിൽ ഇങ്ങനെ മലയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുത്ത വെള്ളം ഒഴിക്കും. ഇവിടെ അത്യാവശ്യം കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് വെള്ളം പലയിടത്തും കലങ്ങിയാണ് ഇരിക്കണത്. പോണ റൂട്ടിലൊക്കെ ചെറിയ ചെറിയ വില്ലേജുകളൊക്കെ കാണും കേട്ടോ. ഇതുണ്ടല്ലേ, ഇതൊക്കെ എന്തോ വില്ലേജ് എന്തോ ആണ് തോന്നുന്നത്. ആയി ഇനിയിപ്പോൾ ഏകദേശം നമ്മൾ 50 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കൊൻസയിലേക്ക്. എനിക്ക് അറിയില്ല ഇന്ന് നമ്മൾ എത്തുമോ ഇല്ല തന്നെ. നമ്മൾ ഇന്നലെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നലെ ഏകദേശം 20 കിലോമീറ്റർ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല മഴ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് അവസാനം ഇവിടെ ഒരു ഗ്രാമം കിട്ടി. അവിടെ നമ്മളിത് ടെൻ്റ് അടിച്ചിട്ടാ. ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇത് കണ്ടില്ലേ, ഇതൊരു 11ൻ്റെ ഗ്രൗണ്ടാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോസിൻ്റെ ബാക്കിയാണ് ഇന്നും നമ്മൾ വീഡിയോ എടുക്കുന്നത്. കാരണം ഇന്ന് എങ്ങനെയും കൊൻസ് എത്താനുള്ള പ്ലാനിലിരിക്കുന്നതാണ്. എന്തായാലും നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കാനുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ആരെയും കാണാനുള്ള, എല്ലാവരും പള്ളിയിൽ പോയിക്കണേക്കോട്ടെ. കാരണം ഞായറാഴ്ച കൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ എന്തായാലും പള്ളിയിൽ പോയിട്ടുണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ വന്നിരിക്കണേ കേട്ടോ. ഹായ് ഭയ്യ, നമസ്തേ. कैसे हो भैया? आप लोग का गाँव का नाम क्या है? योंगरोम है ना? जोंगरोम. ओ अच्छा, अब आपको मिलके बहुत अच्छा होगा. आप मेरे को चाय वगैरह खिलाया अभी. और यहाँ से कितना दूर लगेगा कौन सा? तो गाड़ी से जाने से तो 1 घंटा आधा लगता है ना. आप जाता है ना कौन सा भी? जाता है. मेरा मिसेस भी उधर का है. अच्छा, कौन सा का है ना? ओ ठीक है. वहाँ में भी घर है ना आपको? हाँ, वो सुसु लगा घर है ना. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണേന്. അപ്പോൾ അത് നമുക്ക് പഴമൊക്കെ തന്നിട്ടാ. ये लोकल केला है ना? लोकल है ये? हाँ, लोकल है. आपका खेत का है ये? खुद का खेत का है ना? खेत बोल के तो नहीं है. नहीं है ना? उधर में अभी हम लोग बाहर में बैठते हैं ना, इसलिए. पहले तो जीता था ना. अभी तो में काम करने वाला भी नहीं मिलते हो, इसलिए. काम करने वाला मिलो तो ये आसाम से मिलता आ गया ना, पता है ना? नहीं, यहाँ से भी मिलता है ना. में अच्छा अच्छा. നമ്മളെ വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ 2 കുപ്പി വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ചായക്ക് അവിടെ വിളിച്ചിരുത്തിയിട്ട് നമ്മളാ. അപ്പോൾ ചായ കുടിച്ച് പഴവും കഴിച്ച് ഇങ്ങനെ മേളിലേക്ക് വേണം പുള്ളീൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി. നല്ല ആൾ മനുഷ്യനാണ് കേട്ടോ. പുള്ളി പറഞ്ഞു എൻ്റെ വേറെ ഒന്നും ഇല്ലടാ ഇവിടെ തിന്നാൻ വേണ്ടി, ആകെ പഴം മാത്രമേ ഉള്ളൂ, നീ പഴം കഴിക്കുന്നു പറഞ്ഞു. എന്നോട് പറഞ്ഞു എനിക്ക് ആവശ്യമുള്ള അത്രയും കഴിക്കാൻ പറഞ്ഞു. ഞാൻ ഒരു 3 പഴം കഴിച്ച്. കാരണം രാവിലെ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. മുന്നോട്ട് പോയിക്കാൻ അതിന് കിട്ടുമോയെന്നും അറിയില്ല കേട്ടോ. ആ മേളിലേക്ക് കാണുന്നതാണ് പുള്ളീൻ്റെ വീട്. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ ഇറങ്ങി വന്നേട്ടാ. അതുപോലെ തന്നെ നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലം ഇതിൻ്റെ ഉള്ളിലാണ്. ഇവിടെ പിള്ളേരൊന്നും കളിക്കണില്ല കേട്ടാ. രാവിലെയൊക്കെ ആകുമ്പോൾ പിള്ളേർ കളിക്കണ കാണാനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഇതൊക്കെ ഒന്ന് ഒതുക്കട്ടെ ആദ്യം. അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. നോക്കി ഇവിടേക്ക് ഇങ്ങനെ ഇടിഞ്ഞ് വീണേക്കാണ് പാറക്കല്ലുകൾ. കാരണം ഇവിടെ കുറേ ദിവസമായിട്ട് മഴയുണ്ടാ, ഭയങ്കര മഴയാണ്. ഇന്നും മഴ ഇങ്ങനെ പൊടിയാനുണ്ട് കേട്ടോ. മിക്കവാറും നല്ല മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ പോണ റൂട്ടിലൊക്കെ കുറേ മാറിയാണ് ഗ്രാമങ്ങൾ വന്നേട്ടാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഭയങ്കര ലോങ് ഉണ്ട് കേട്ടോ ഗ്രാമങ്ങൾ വരാൻ വേണ്ടി. ഇന്നലെ നമ്മൾ ഈ ഒരു ഗ്രാമത്തിലെത്താൻ തന്നെ ഒരുപാട് ടൈം എടുത്ത്. അതിന് മുമ്പ് അങ്ങനെ ഗ്രാമങ്ങളൊന്നും ഇല്ല കേട്ടോ, കടകളും ഇല്ല. ഇപ്പം മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ. കാരണം ഇപ്പോൾ ചെറിയ രീതിയിൽ പൊടിയനുണ്ട്. ഇത്ര നേരമായിട്ട് ഒരു വണ്ടി പോലും ഈ ഒരു റൂട്ടിൽ പോയിട്ടില്ല കേട്ടോ. അത്യാവശ്യം കയറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം 30 സംതിങ് കിലോമീറ്റർ എന്തോ ഉണ്ട്. 30 ആണോ 28 സംതിങ് ഉണ്ട് കേട്ടോ നമ്മൾ കൊൻസയിലേക്ക്. മിക്കവാറും ഇന്ന് എത്തുമെന്ന് തോന്നുന്നു.
ഇപ്പം ഏകദേശം 11 മണി ആറായിട്ടാ. രാവിലെ 2 പഴം കഴിച്ച് ഒരു ചായം കുടിച്ചിറങ്ങിയതാണ്. നല്ല വിശപ്പുണ്ട് കേട്ടോ. കയ്യിലാണെങ്കിൽ ഒരു സാധനവും ഇല്ല. ഇനിയിപ്പോൾ അടുത്ത് എവിടെയെങ്കിലും കടകൾ കിട്ടുമോയെന്ന് അറിയില്ല കേട്ടോ. ഏകദേശം 20 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാലേ ചിലപ്പോൾ കടകൾ കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്നാണ് പറഞ്ഞ് കേട്ടത്. എന്നാലും നോക്കാട്ടെ, വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ പൊടിയാണ് കേട്ടോ. ആകെയുള്ളത് ഈ ഒരു ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാം തീർന്നിട്ടാണ്. ബിസ്മില്ല. ചോദിച്ചിട്ട് ആകെ എന്തോ പോലെയൊക്കെ. വേറെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ കടകളും ഇല്ല, ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. രാവിലെ നമ്മൾ ആകെ 2 പഴം കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഒരു ചായയും കുടിച്ച് ഇവിടെ ഒന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ ഈ ബിസ്ക്കറ്റ്. അവിടെ നല്ല കയറ്റമുണ്ട്, മഴയും പൊടിയാനുണ്ട്. നിങ്ങൾ ഏതാ കാണുന്നതാണ്ട പൊൻസ എന്ന് പറഞ്ഞ ടൗൺ കേട്ടാ. നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്. ഇവിടുന്ന് ഏകദേശം 10-12 കിലോമീറ്റർ എന്തോ ഉണ്ട് കേട്ടോ. മിക്കവാറും ഇനി ഫുഡ് അടിയൊക്കെ അവിടെ ചെന്നിട്ട് നടക്കുള്ളൂ എന്ന് തോന്നണ്. ഇന്നെന്തായാലും നമ്മൾ കൊൻസേരി സ്റ്റേ ആണ്. അവിടെ എവിടെയെങ്കിലൊക്കെ തങ്ങാനുള്ള സ്പേസ് നോക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ കാണാൻ വേണ്ടി. ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അവസാനം ഇവിടെ കട കിട്ടിയേട്ടാ. എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഹലോ हेलो भैया, ये पीनट कितना है भैया? 2 दे दो. नींबू पानी है. അങ്ങനെ ഇതാണ് നമ്മുടെ ഉച്ചഭക്ഷണം കേട്ടോ. ഇവിടെ കടയിൽ വന്ന് സാധനം മേടിച്ച് വേറെ കടകളൊന്നും ഇനി ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കൊൻസെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ വിശപ്പടക്കണം. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ബിസ്ക്കറ്റ് ഉള്ളൂ. ബിസ്ക്കറ്റ് കഴിക്കാനൊരു മൈൻഡില്ല. അപ്പം നമ്മളിത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യലാന്ന് വെച്ചിട്ടാ. മേലിൽ നിന്ന് എവിടെ നിന്നൊക്കെയോ വെള്ളം ഇതേപോലെ ഒഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നേരെ അടിയിലേക്ക് എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് കൃഷി ചെയ്യണ്ട കേട്ടോ. അങ്ങോട്ടേക്കാണ് ചെന്ന് പതിക്കണത്. അത്യാവശ്യം ചെറിയ രീതിയിൽ സ്ലിപ്പാണ്ട്. എൻ്റെ ഷൂവേ അടി മൊത്തം തേഞ്ഞിരിക്കണോണ്ട് ചെറിയ രീതിയിൽ തന്നെയാണ് കേട്ടോ. നോക്കി ഇങ്ങനെ മേളിൽ നിന്ന് ഒഴുകിയാണ്ട വന്നത് ഈ വെള്ളം. ഇങ്ങനെ ഒഴുകി ഇപ്പം ഒന്ന് കലങ്ങിയിരിക്കണേണ് വെള്ളം. കാരണം മഴ പെയ്ത് ആകെ വെള്ളം മൊത്തവും കലങ്ങി മേളിൽ നിന്ന് ഒഴുകി വന്നതാണ്. അതിങ്ങനെ ഒഴുകി നേരെ ചെല്ലണത് അടിയിലൊരു കൃഷിപ്പാടമുണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ടേക്കാണ് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ട് വെള്ളത്തിന്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒഴുകി വന്ന വെള്ളം ഇതേപോലെ ചെന്നിട്ട് ഇങ്ങനെ ഒഴുകി കൃഷിപ്പാടത്തേക്ക് ചെല്ലും കേട്ടോ. ഓരോരോ വരമ്പുകൾ ഇങ്ങനെ കെട്ടി വെച്ചേക്കണേണ്. ഇത് ഇവർ പറയുന്നത് പനിക്കെത്തി എന്നാണ് പറയുന്നത്. അതായത് വെള്ളം നിറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്തേക്കണേട്ടാ. അതാകുമ്പോൾ പ്രത്യേകിച്ച് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് താഴ്ന്നൊരു ഏരിയയിലായതുകൊണ്ട് മാത്രമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ മേളിലൊക്കെ ഒരുപാട് കൃഷികളുണ്ട്. അവിടെയൊക്കെ സാധാരണ മഴക്കാലത്താണ് ഇവർ കൂടുതലും കൃഷി ചെയ്യാറുള്ളത് കേട്ടോ. അവിടെ നിന്ന് ഒഴുകി തന്നെ വെള്ളമുണ്ട് നിങ്ങൾ ഈ കാണുന്നത്. ഇത് മൊത്തവും ഇങ്ങനെ ഒഴുകി കൃഷിപ്പാടത്തേക്കെല്ലാം ഒഴുകി ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ നെല്ല് ഇതായിക്കൊണ്ടിരിക്കുകയായിട്ട് ഇവിടുത്തെ ദീദിമാർ. നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ആ ഒരു മലയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കോടയുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ആകുമ്പോൾ ഇവിടെ മൊത്തവും നെല്ലാവും കേട്ടാ. ഓ ഇത്ര छोटा हो जाएगा भैया? छोटा तो नहीं है बोला. अच्छा पी लीजिए कुछ नहीं हमारे तरफ से. हाँ बाद में पी ले लेना. थैंक यू भैया. हमारे तरफ से. देखिए आपका ट्रिप अच्छा से ओके ठीक है. चलते रहिए. ओके ठीक है भैया. ओके एक हाई भी कर लो. एक रिकॉर्डिंग है. क्या है यूट्यूब? मेरा ट्रैवल बाय अस्कर है. मेरा ट्रैवल बाय अस्कर. ठीक है हम ठीक है भैया, आप लोग को मिलकर बहुत अच्छा होगा. आपका गांव का नाम तो न्यू बोटिंग विलेज है ना? अच्छा, न्यू बोटिंग विलेज में भैया लोग को मिलके मेरे को बहुत अच्छा मदद किया था. थैंक यू. हमारा फ्रेंड ये केरला से आया है और अभी ऑल ओवर इंडिया टूर कर रहा है, तो सब्सक्राइब कर दीजिए. താങ്ക് യു സോ മച്ച് ഭയ്യ. താങ്ക് യു. ठीक है. ബൈ. അപ്പം നമ്മൾ ഫോൺ വയ്ക്കി ഇവർ തന്നാട്ടാ. ഒന്നും കഴിക്കാനില്ലാണ്ട് നമ്മൾ ആകെ 2 പീനട്ട് കഴിച്ച്. അപ്പോൾ ഇത് കഴിച്ച് ഇനിയിപ്പോൾ ഏകദേശം 6 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊൻസെത്തോട്ടാ. ഇപ്പോൾ ഇതിന് കഴിക്കണം. പക്ഷെ ഇന്ന് പോരുന്ന അവസ്ഥയിൽ പോയിട്ടാ. നിങ്ങൾ ഈ കാണുന്നതാട്ടോ കൊൻസ എന്ന് പറഞ്ഞ ടൗണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 1.5-2 കിലോമീറ്റർ ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ട്രെയിനിങ് ഉണ്ട്. അവിടെ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കൊൻസയിലേക്ക്. അങ്ങനെ അവസാനം നമ്മൾ തിറാബ് ഡിസ്ട്രിക്റ്റിൻ്റെ തലസ്ഥാനമല്ല, തിറാബ് ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടറായ കൊൻസയിലെത്തിയിരിക്കുകയാണ്.
അപ്പോൾ ഇനി ഇവിടെ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കണോട്ടാ, നല്ല വിശപ്പുണ്ട്. അതുപോലെ മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇത് നോക്കി ഇവിടെയൊക്കെ ഇങ്ങനെ കോട വന്ന് തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആ കാണുന്ന ഒരു ചർച്ചാണ്, ആ ചർച്ച് പോലും മര്യാദ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, കാരണം ഫുള്ള് കോട വന്നേക്കണേ കേട്ടാ. ഇവിടുന്ന് ഫുള്ള് കയറ്റമാണ് അങ്ങാടേക്ക്. आप लोग एक हाइक करेगा? अच्छा आप लोग अर्जेंटीना फैन है? अर्जेंटीना फैन है, अच्छा. कल का मैच देखा था? मैच देखा है? अच्छा कैसे होगा मैच? ऊपर है ना? अरे भैया आओ, कोई प्रॉब्लम नहीं. क्या प्रॉब्लम है? अरे भैया ठीक है ना. നമ്മളിപ്പോൾ ഇവിടെ ഒരു കടയിൽ വന്നേക്കണേട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അത് നമ്മൾ സമൂസ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബ്രെഡ് പക്കോട പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പിന്നെ ഒരു ചായ ഉണ്ട്. വേറെ ഒന്നും ഇല്ലാട്ടെ, വേറെ എല്ലാത്തിനും ഭയങ്കര വിലയാണ് കേട്ടോ. ബഡ്ജറ്റ് കുറച്ച് കമ്മിയായിട്ടാ. നമ്മൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നില്ല, മരുന്ന് ഒരുപാട് പുറത്തുനിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവസാനം മൂഞ്ചി അവസ്ഥയായി. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കഴിച്ചാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ നമുക്ക് ഒരാളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആളൊന്ന് വിളിച്ചു നോക്കാം ഇത് കഴിച്ചതിനായിട്ട്. മിക്കവാറും പുള്ളീൻ്റെ വീട്ടിൽ തങ്ങാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചിരിക്കണേട്ടാ. ഇതാണ് കേട്ടോ കൊൻസ എന്ന് പറഞ്ഞ മാർക്കറ്റ് കേട്ടോ. അങ്ങനെ അവസാനം നമ്മളിവിടെ റീച്ചായി. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചാൽ. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ലോങ്ഡിങ് പോകുന്ന റൂട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ടാങ്ക് യു വിസിറ്റ് അഗെയിൻ കൊടുത്തിട്ടുണ്ട്. ഈ റൂട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ലോങ്ഡിങ് എത്തും. അതുപോലെ തന്നെ ജയറാംപൂർ ആണെങ്കിൽ ഇവിടുന്ന് 142 കിലോമീറ്റർ, ചാങ്ലങ് ആണെങ്കിൽ 60 കിലോമീറ്റർ കേട്ടോ. നമ്മൾ ചാങ്ലങ്ങിൽ നിന്നാണ് വന്നത്. सॉरी ये तो चांगलिंग नहीं है, कौन सा है. अभी तो कौन सा पहुँच करके इन लोगों को पूरा मिला था. अच्छा होगा. आपका नाम? कुणाल. अच्छा इंग्लिश मेरे बीना नाटली कावाल. आपका नाम? शुभम. अच्छा आप तो असम का है ना. अच्छा आपका नाम क्या है दीदी? मेरा नाम अनीता, मैं भी असम का. ये आपका बेटा है ना? आप कितने क्लास में पढ़ता है? 8 में. यहाँ में है? अच्छा केवी में है ना. अच्छा आपको मिलके बहुत अच्छा होगा. താങ്ക് യു. നമ്മളെ ഇപ്പോഴത് കൊൻസയിലാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തങ്ങാൻ വേണ്ടി ഇവിടെ ഒരു സർക്കിട്ട് ഹൗസിൽ റൂം കിട്ടി. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടില്ല, ആ ഒരു മേഡമാണ് നമുക്ക് ഇവിടെ സെറ്റാക്കി തന്നത്. നോക്കിയേ നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു മുറിയാണ്, അതുപോലെ എല്ലാവിധ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമേ കാണിച്ചില്ല കേട്ടോ. ഇതാണ് ബാത്റൂം. അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സെല്ലാം കഴുകിയിട്ടാ. മുടി ഒന്ന് വെട്ടാനുണ്ട്, മുടി ആകെ ഫുള്ള് കാട് പിടിച്ചിട്ടാ. എന്തായാലും മുടി വെട്ടണം. പിന്നെ അതുപോലെ റൂമെല്ലാം സെറ്റാക്കി തന്നത് ആ ഒരു പാവം മേഡം കേട്ടാ. ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ അവൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഫുഡ് കാര്യങ്ങൾ കഴിച്ച് കുറച്ച് നേരമായിട്ട് നമ്മൾ വന്നിട്ട്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ചെറിയൊരു വീഡിയോ പറഞ്ഞിട്ടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.